Concept and definition of carbon usage എന്ന് പറഞ്ഞ യൂണിറ്റ് ആട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കേ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു യൂണിറ്റിൽ ആകെ നമുക്കറിയാം, ഒരു കുറച്ച് മുൻപത്തെ യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ടും അതിന്റെ അത് എൻവയോൺമെന്റിലും ഹ്യൂമൻസിനും എല്ലാവർക്കും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അല്ലെ, എല്ലാം നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിലും ഫോറസ്റ്റ് സെക്ടറിലും എല്ലാത്തിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്താണ് അല്ലെ. സോ അതിനെ തുടർന്ന് അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? കാർബൺ അല്ലെ, കാർബൺ സൈക്കിൾ അല്ലെ, അതൊക്കെയാണ് പ്രശ്നം. അതായത് CO2ന്റെ എമിഷൻസ് അല്ലെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, CO2നെയും അതുപോലെ തന്നെ മീഥേൻ, അത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻസ് ആണ് എന്തിന് കാരണമാകുന്നത്? ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നത് നമുക്ക് മനസ്സിലായി. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാർബൺ യൂസേജ് എത്തരത്തിലൊക്കെ നമുക്ക് ചുരുക്കാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് ഈ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെ, അതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്, ഇത്രയും കുറച്ച് കാര്യങ്ങളാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എന്താണ് കാർബൺ സെക്വിസ്ട്രേഷൻ? കാർബൺ സെക്വിസ്ട്രേഷൻ എന്താണ്? ഈ കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതായത് കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. എന്തിനു വേണ്ടിയുള്ള മെത്തേഡാണ്? അതായത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? കാർബൺ സെക്വിസ്ട്രേഷൻ. ഈ ഒരു മെത്തേഡിന്റെ ഉദ്ദേശം എന്താണ്? ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ കാർബൺ സെക്വിസ്ട്രേഷൻ മുന്നോട്ട് വെക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ കാർബൺ സെക്വിസ്ട്രേഷൻ ആക്ച്വലി എന്താ ചെയ്യുന്നത്? വേസ്റ്റ് ആയിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യാണ്? കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്. മനസ്സിലായല്ലോ? അന്തരീക്ഷത്തിലോട്ട് വിട്ടുകൊടുക്കാതെ. മനസ്സിലായല്ലോ? സോ അത്തരത്തിലുള്ള മെത്തേഡുകളാണ് ഈ കാർബൺ സെക്വിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്കറിയാം, ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കാനും ആ തരത്തിൽ അല്ലെങ്കിൽ അതിലൂടെ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യാനുമുള്ള ഒരു മെത്തേഡാണ് കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് കൂടി നമുക്ക് നോക്കിയാലോ? ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ സെക്വിസ്ട്രേഷന്റെ അഡ്വാൻറ്റേജിൽ പെടുന്ന ഒന്നാണ് ഏത്? ഈ കാർബൺ സെക്വിസ്ട്രേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഫോറസ്റ്റുകളെ പ്രിസർവ് ചെയ്യാനും നമ്മളെ ഇത് പ്രേരിപ്പിക്കുന്നു. രണ്ടാമത്താണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. മാത്രമല്ല മൂന്നാമത്തെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് എന്ത്? ഓഷ്യൻ ആസിഡിഫിക്കേഷൻ അല്ലെ, ഓഷ്യൻ ആസിഡിഫിക്കേഷൻ കുറയ്ക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ പരക്കുന്നത് കൂടാതെ അതുകൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ കാർബൺ സെക്വിസ്ട്രേഷന്റെ മേജർ അഡ്വാൻറ്റേജസിൽ പെടുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് കൂടി ഉണ്ട് അല്ലെ. ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അപ്പൊ ഇനി കാർബൺ സെക്വിസ്ട്രേഷന്റെ ഡിസഡ്വാൻറ്റേജിൽ പെടുന്ന ഒന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് മേ ബി സ്റ്റോർഡ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട്. ഈ വേസ്റ്റ് ആയി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ചില സാഹചര്യങ്ങളിൽ എവിടെ സ്റ്റോർ ചെയ്യേണ്ട അവസ്ഥ വരും? അണ്ടർഗ്രൗണ്ടിൽ സ്റ്റോർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതുകൂടാതെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇതിന്റെ ഫൈനാൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ, ഫിനാൻഷ്യൽ കോസ്റ്റ് ഭയങ്കര ഡബിൾ ആയിരിക്കും.
മനസ്സിലായല്ലോ? സോ ഒരുപാട് നമ്മൾ കോസ്റ്റ് ഫ്രണ്ട്ലി അല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള രണ്ട് ഡിസഡ്വാൻറ്റേജ് ആണ് എന്തിനുള്ളത്, കാർബൺ സെക്വസ്ട്രേഷന് ഉള്ളത്. നമുക്ക് നോക്കാം ഇനി ഈ പറഞ്ഞ പോലെ കുറച്ച് ടൈപ്സ് ഓഫ് സെക്വസ്ട്രേഷൻസ് ഉണ്ട്. കാർബൺ സെക്വസ്ട്രേഷൻ തന്നെ വീണ്ടും രണ്ടായിട്ട് രണ്ട് ടൈപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എളുപ്പമാണ്, നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് കേട്ടിരിക്കൂ കേട്ടോ. നോക്കാം. അപ്പൊ എന്താ, രണ്ട് ടൈപ്പ് ഓഫ് കാർബൺ സെക്വസ്ട്രേഷൻ ആണ് ഉള്ളത്. ഒന്ന് ഏതാണ്, ബയോളജിക്കൽ കാർബൺ സെക്വസ്ട്രേഷൻ. മറ്റൊന്ന് ഏതാണ്, ജിയോളജിക്കൽ കാർബൺ സെക്വസ്ട്രേഷൻ. ഇങ്ങനെ രണ്ടെണ്ണമാണ് ഉള്ളത്. ഇതിലെ ബയോളജിക്കൽ കാർബൺ സെക്വസ്ട്രേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാല്, കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ സ്റ്റോർ ചെയ്യും, വെജിറ്റേഷൻസിൽ, അതായത് ഗ്രാസ് ലാൻഡ്, അതുപോലെ ഫോറസ്റ്റുകൾ, അത് മാത്രമല്ലാതെ സോയില്, കൂടാതെ ഓഷ്യൻ, ഇത്തരത്തിലുള്ള വെജിറ്റേറ്റീവ് ഏരിയാസിലായിരിക്കും ബയോളജിക്കൽ കാർബൺ സെക്വസ്ട്രേഷൻ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോർ ചെയ്യുക. മനസ്സിലായോ? അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ബയോളജിക്കൽ കാർബൺ സെക്വസ്ട്രേഷന്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ CO2നെ എവിടെയാണ് ഇവർ സ്റ്റോർ ചെയ്യുന്നത്, വെജിറ്റേറ്റീവ് ഏരിയാസ് ആയ ഓഷ്യൻ, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഇത്തരത്തിൽ അതിന്റെ അടിയിലായിരിക്കണം ഇവർ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇനി ജിയോളജിക്കൽ കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞാലോ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ജിയോളജിക്കൽ ഫോർമേഷൻ, അണ്ടർഗ്രൗണ്ട് ജിയോളജിക്കൽ ഫോർമേഷനിലോ അല്ലെങ്കിൽ റോക്സിന്റെ അടിയിലോ ഒക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ അല്ലേ? ഇവിടെ സ്റ്റോറേജിന്റെ വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, കാർബൺ സെക്വസ്ട്രേഷന്റെ ടോപ്പിക്കിന്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഏത്, കാർബൺ ഫുട് പ്രിന്റ്. എന്താണ് കാർബൺ ഫുട് പ്രിന്റ്? എന്താണ് ഈ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. കാർബൺ ഫുട് പ്രിന്റ് ഇസ് ദ എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് മെയിൻലി അല്ലെങ്കിൽ പ്രൈമർലി കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഇൻടു ദി അറ്റ്മോസ്ഫിയർ ബൈ എ പർട്ടിക്കുലർ ഹ്യൂമൻ ആക്ടിവിറ്റി. അതായത് ഒരു പെർട്ടിക്കുലർ ഹ്യൂമൻ ആക്ടിവിറ്റി മൂലം, ഒരു മനുഷ്യന്റെ പ്രവൃത്തി മൂലം എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതിലും ഏറ്റവും പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രത്തോളം അന്തരീക്ഷത്തിൽ പടർന്നു പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പ്രെഡ് ആവുന്നുണ്ട് എന്നതിനെയാണ് നമ്മൾ അതിന്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയാം. അപ്പൊ തീർച്ചയായും നമ്മൾ കാർബൺ ഫുട് പ്രിന്റ് കൂടി കുറച്ച് വരണ്ടേ, തീർച്ചയായും അല്ലേ? അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. മനുഷ്യന്റെ പ്രവൃത്തികൾ മൂലം അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, അതിൽ ഏറ്റവും പ്രധാനമായതാണ് ഏത്, കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലായല്ലോ? അതിന്റെ എത്രത്തോളം എമൗണ്ട് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസുകളാണ് അന്തരീക്ഷത്തിൽ ഉള്ളത് എന്നതിന്റെ എമൗണ്ട് ആണ് എന്ത്, ഈ കാർബൺ ഫുട് പ്രിന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നോക്കാം. ഇതിന് കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനായിട്ട് ചില മെത്തേഡ്സുകൾ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, എന്താണ്, ഡ്രൈവിംഗ് മോർ എഫിഷ്യന്റ് വെഹിക്കിൾസ്. കുറെ കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതായത് ഒന്നുമില്ല, നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെഹിക്കിളിന്റെ എന്ത് നോക്കുക, നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. രണ്ടാമതാണ് കൂടുതലും പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗപ്പെടുത്തുക. മനസ്സിലായല്ലോ? സോ അത്രയും എന്താണ് അന്തരീക്ഷത്തിൽ ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസുകളുടെ അളവ് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ മാത്രമല്ല യൂസിങ് എനർജി എഫിഷ്യന്റ് ആപ്ലിക്കൻസ്, എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതേപോലെ ഇത്തരത്തിലുള്ള കുറച്ച് മെത്തേഡ്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ മെത്തേഡുകളിലൂടെ നമുക്ക് എന്തിനായിട്ട് സാധിക്കും, കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ഒരു ടോപ്പിക്കാണ് എന്ത്, എൻവയോൺമെന്റൽ എക്കണോമിക്സ്. എന്താണ് എൻവയോൺമെന്റൽ എക്കണോമിക്സ്? ആക്ച്വലി ഈ എൻവയോൺമെന്റൽ എക്കണോമിക്സ് എന്ന് മുതലാണ് നിലവിൽ വന്നത് അല്ലെങ്കിൽ എന്ന് മുതലാണ് അതൊന്ന് നോക്കാൻ തുടങ്ങിയത് എന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും 1960കളിലാണ് നമ്മൾ അത് നോക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയലൈസേഷൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്ന ആ ഒരു സമയത്താണ് എൻവയോൺമെന്റൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൂടി നിലവിൽ വന്നത്. കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, പൊല്യൂഷൻ കൂടി വരികയായിരുന്നു. സോ അതിനെ തുടർന്നുകൊണ്ടാണ് നമ്മുടെ എൻവയോൺമെന്റൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉത്ഭവിച്ചു വന്നത്.
ഇനി നമുക്ക് നോക്കാം ഈ എൻവയോൺമെന്റൽ എക്കണോമിക്സിൽ കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്. അതായത് ഒരു 5 കോൺസെപ്റ്റുകളാണ് നമ്മുടെ എൻവയോൺമെന്റൽ എക്കണോമിക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതൊക്കെയാണ് അത് നോക്കിയാലോ. ഒന്നാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലേ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെ, അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്തിന്റെ അണ്ടറിൽ വരുന്നതാണ്, എന്തിന്റെ കോൺസെപ്റ്റ് ആണ്? അത് എൻവയോൺമെന്റൽ എക്കണോമിക്സിന്റെ കോൺസെപ്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫെയിലിയർ, അതേപോലെ തന്നെ എക്സ്റ്റേർണാലിറ്റീസ്, മാത്രമല്ല വാല്യുവേഷൻ ആൻഡ് ലാസ്റ്റ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇത്തരത്തിൽ 5 കോൺസെപ്റ്റുകളാണ് എന്തിന്റെ അണ്ടറിൽ വരുന്നത്, എൻവയോൺമെന്റൽ എക്കണോമിക്സിന്റെ അണ്ടറിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇപ്പൊ ഈ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 കോൺസെപ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തീർച്ചയായിട്ടും മിനിമം ഒരു 3 മാർക്കിനെങ്കിലും ചോദിക്കാൻ വളരെ 100% ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ സാധിക്കും ഈ ഇത്തരത്തിലുള്ള ലെസ്. കാരണം ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് പഠിച്ചു പോകാൻ. സോ നമ്മളൊന്ന് പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി. നമുക്ക് ഒരുപാട് ഇങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എസ്സേ എഴുതാൻ മാത്രമുള്ള ഒന്നുമില്ല. സോ നിങ്ങളൊന്ന് ആ പോയിന്റുകൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത നമ്മുടെ അവസാനത്തെ ടോപ്പിക്കിലോട്ട് പോവാം. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അഥവാ EIA? ഷോർട്ട് ഫോം ആണ്. എന്ത്? EIA. ഈ ഷോർട്ട് ഫോമുകളൊക്കെ നന്നായി മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവിനൊക്കെ ചോദിക്കാൻ തീർച്ചയായിട്ടും ചോദിക്കും. ഓക്കെ, സോ നോക്കാം. EIA അഥവാ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് EIA എന്ന് പറഞ്ഞത്? ഇത് ആക്ച്വലി ഒരു പ്രോസസ്സാണ്. എന്തിനുള്ള പ്രോസസ്സാണ്? ഒരു മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റിനെയോ ഈ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. എന്തിനാണ് അനലൈസ് ചെയ്യുന്നത്? അതിന്റെ ആ പ്രൊജക്റ്റിന്റെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? EIA അഥവാ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് നമ്മൾ പറയുക. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് EIA എന്ന് പറഞ്ഞത് ഒരു പ്രോസസ്സാണ്. എന്തിനുള്ള പ്രോസസ്സാണ്? ആർക്ക് വേണ്ടിയുള്ള പ്രോസസ്സാണ്? മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതെങ്കിലും പുതിയ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ഡെവലപ്മെന്റോ അല്ലെ വികസനത്തിനെയോ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിന്റെ ആ വികസനത്തിന്റെയും പ്രൊജക്റ്റിന്റെയും എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുകൾ എന്തെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കി അനലൈസ് ചെയ്തു വരുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? EIA എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ. സോ നമുക്ക് നോക്കാം. ഈ EIA പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇനി ആ സ്റ്റെപ്പുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. നിങ്ങൾ അത് നന്നായി പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. നോക്കാം. സ്ക്രീനിങ്. അതായത് ആദ്യം തന്നെ എന്ത് ചെയ്യുകയാണ്? ആ പ്രൊജക്ട് പ്ലാനിനെ സ്ക്രീനിങ്ങിലോട്ടാണ് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രീനിങ്. രണ്ടാമത്തെ എന്താണ്? സ്കോപ്പിംഗ്. ഓക്കെ, സ്കോപ്പിംഗ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇമ്പാക്റ്റുകൾ എന്തൊക്കെ എന്ന് അറിയുക എന്നാണ് ഇവിടെ സ്കോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കളക്ഷൻ ഓഫ് ബേസ് ലൈൻ ഡാറ്റ. ബേസ് ലൈൻ ഡാറ്റകളെ കളക്ട് ചെയ്യുക, അതായത് ഇവിടെ സ്റ്റഡി ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ഇമ്പാക്ട് പ്രഡിക്ഷൻ. അഞ്ചാമത്തേത് മിറ്റിഗേറ്റിംഗ് മെഷർ ആൻഡ് EIA റിപ്പോർട്ട്. EIA റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പബ്ലിക് ഹിയറിംഗ്, മാത്രമല്ല ഡിസിഷൻ മേക്കിംഗ്. അടുത്തത് എന്താ? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാൻ. അതായത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് പ്ലാനിനെ മോണിറ്റർ ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അസസ്മെന്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. മനസ്സിലായല്ലോ. അതിന് അവസാനത്തെ ഒരു സ്റ്റെപ്പാണ് ഏത്? റിസ്ക് അസസ്മെന്റ്. മനസ്സിലായല്ലോ. റിസ്ക് അസസ്മെന്റ്, അതിന്റെയൊക്കെ റിസ്കുകൾ, അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സുകളൊക്കെയാണ് നമ്മുടെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്സിന്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് അല്ലേ. കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ആ ഒരു പോയിന്റുകൾ മാത്രം നിങ്ങൾ കറക്റ്റ് ഓർഡർ തെറ്റാണ്ട് പഠിച്ചു വെക്കുക എന്നതിൽ ചെയ്യാനുള്ളത് കേട്ടോ. നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് കേട്ടോ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, കുറച്ച് വലിയ യൂണിറ്റ് ആണ് അറിയാം, പക്ഷെ സിമ്പിൾ ആണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ലെസൺ കൂടിയാണ് ഇത്. കോൺസെപ്റ്റ് ഓഫ് ഡെഫിനിഷൻ ഓഫ് കാർബൺ യൂസ് അല്ലെ. ഒന്നുമില്ല, നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കുറച്ച് മെത്തേഡ്സുകളെ കുറിച്ചൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമുക്കിനി
അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.